എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഹെൽത്ത് ഇൻഷുറൻസിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, നമുക്ക് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലുള്ള ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ്. അതായത് പണ്ട് നമുക്ക് സമ്മർഷീഡ് എത്രയാണോ അത്രയാണ് നമുക്ക് ഓൾ ഫാമിലി നമ്മളൊരു വർഷത്തേക്ക് നിശ്ചയിക്കുന്ന തുക മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ നേരെ ഇരട്ടിയോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടോ നമുക്ക് ആ സമ്മർഷീഡ് വഴിയുള്ള തുക എത്ര തവണ വേണമെങ്കിലും നമുക്കൊരു വർഷത്തേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്നാമത്തെ ഒരു പ്രിഫറൻസ് ആണ്. പിന്നെ ഒരു കാര്യം, നമുക്കൊരു വർഷം ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അവരടുത്ത വർഷവും സെയിം സമ്മർഷീഡാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നേരെ തിരിഞ്ഞ് ഇപ്പൊ നമുക്ക് നേരെ 100% 5 ലക്ഷം എടുത്ത ഒരാൾക്ക് അടുത്ത വർഷം ഈ വർഷം ക്ലെയിം ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അത് 10 ലക്ഷമായിട്ട് നമുക്ക് കിട്ടും. ഈ സെയിം പ്രീമിയത്തിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അടുത്തത്, നമുക്ക് ഏത് വയസ്സിലാണോ ക്ലെയിം വരുന്നത് ആ വയസ്സ് വരെ നമുക്ക് ഇതേ പ്രീമിയത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന പോയിന്റുകൾ, ഫിനാൻസ് വേറൊരു തേർഡ് പാർട്ടിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റിന് ഒരുപാട് ടൈം എടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾക്ക് അരമണിക്കൂർ കൊണ്ടൊക്കെ ഇപ്പോൾ എല്ലാ ക്ലെയിം 1-2 മാക്സിമം 2 മണിക്കൂറുള്ള നമ്മുടെ ക്ലെയിം എല്ലാം നേരത്തെ തന്നെ സെറ്റിൽമെന്റ് ചെയ്ത് കിട്ടും. അതുമല്ല, നമ്മൾ അഡ്മിഷൻ ആദ്യം 24 മണിക്കൂർ അഡ്മിഷൻ മാത്രമാണ് നമുക്ക് ക്യാഷ്ലെസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് അർജന്റ് ആയിട്ടുള്ള എല്ലാ ഇപ്പോൾ ഒടിവിനോ അല്ലെങ്കിൽ വേറെ കീമോ ചെയ്യാനൊക്കെ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത അപ്പോയിന്റ്മെന്റ് പോലും നമുക്ക് ക്യാഷ്ലെസ് സൗകര്യം എല്ലാ കമ്പനികളും എല്ലാ കമ്പനികളും തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രിഫർ ചെയ്തിട്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കി ചൂസ് ചെയ്യുക. പരമാവധി എല്ലാ കമ്പനികളുടെയും ഒരു കമ്പനിക്ക് തന്നെ 10-12ഓളം പോളിസികളുണ്ട് അല്ലെങ്കിൽ പ്ലാനുകളുണ്ട്. അത് നമ്മൾ എല്ലാം കേട്ട് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് ഏതാണ്, പ്രീമിയം കുറവിന് ഏത് സർവീസാണ് കൂടുതൽ കിട്ടുന്നത്, അത് ഓരോ കാറ്റഗറിക്കും ഓരോരോ പ്രീമിയമാണ്. അതായത് യങ്സ്റ്റാറിന് വേറെ പ്രീമിയം, സീനിയർ സിറ്റിസണിന് വേറെ പ്രീമിയം, ഓരോരുത്തർക്ക് അനുസരിച്ചിട്ടുള്ള ഡിസൈനാണ് ഓരോരോ കമ്പനികളും ഓരോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുറഞ്ഞ പ്രീമിയത്തിന് നല്ല സർവീസ് കിട്ടുന്ന നല്ല കമ്പനികൾ നമുക്ക് ചൂസ് ചെയ്യാം. താങ്ക് യു.